ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പൂജപ്പുര മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. വിമോചനയാത്ര അവസാനിക്കുന്നതോടെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ജനുവരി 20-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിമോചനയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. 140 നിയോജകമണ്ഡലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് വിമോചനയാത്രയുടെ സമാപനം. വൈകിട്ട് 5-ന് പൂജപ്പുര മൈതാനത്താണ് സമാപന സമ്മേളനം. 40,000-ലധികം പ്രവർത്തകർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശ്രീകാര്യത്ത് നിന്ന് ആരംഭിക്കുന്ന വാഹന റാലി പൂജപ്പുര മൈതാനത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഒന്നാം സ്ഥാനത്തെത്തിയ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം എന്നീ നിയോജകമണ്ഡലങ്ങളിലെ സ്വീകരണ യോഗങ്ങളാണ് സമാപന സമ്മേളനമായി നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിൽ ബി.ജെ.പി. മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന നിയോജകമണ്ഡലങ്ങളാണ് 4. വിമോചനയാത്രയുടെ സമാപനത്തോടെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകും. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു സമാരംഭം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സമാരംഭമാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുവനന്തപുരത്തെ 10 നിയോജക മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി 4 മണ്ഡലങ്ങളുടെ സ്വീകരണ യോഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിമോചനയാത്രയ്ക്ക് കോട്ടയത്ത് നൽകിയ സ്വീകരണത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പങ്കെടുത്തിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.